ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ ബൈബിൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ആ ബൈബിൾ അവിടെ കൊണ്ടുവന്ന് വെക്കണം ഗൈസ്. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ നിന്നൊരു ബോംബ് എടുക്കാൻ പറ്റും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ഈ കളിക്കുന്നത്? അപ്പോൾ മാസ്ക് പീസസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ അത്യാവശ്യം മാസ്ക് പീസ് എല്ലാം കണ്ടുപിടിച്ചു ഗൈസ്. ഇനി 2 മാസ്ക് പീസ് കണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. 2 മാസ്ക് പീസാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ ഗൈസ്. ടോട്ടൽ നമ്മൾ 4 മാസ്ക് പീസ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയും കംപ്ലീറ്റ് ആക്കണം ഗൈസ്. ഓക്കെ, ഇത് സെക്കൻഡ് ലാസ്റ്റത്തെ ചലഞ്ചാണ് നമുക്ക് കിട്ടിയേക്കണേ. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്കിത് അവിടെ കൊണ്ടുവന്ന് ഇടണം ഗൈസ്. ഓക്കെ, നമുക്കിപ്പോൾ ഡോളായി, പിന്നെ ബോംബായി, പിന്നെ നമുക്ക് ട്രാക്ക് എന്ന് പറഞ്ഞ സാധനം കിട്ടി ഗൈസ്. പിന്നെ ഇവിടെ നമ്മുടെ ഓയിൽ ഇരിപ്പുണ്ട്. ആ ഓയിലെടുത്ത് നമുക്ക് ഒഴിക്കണം അവിടെ, എന്നാൽ മാത്രമേ വർക്കാവുള്ളൂ ഗൈസ്. ഓക്കെ, സെറ്റായിട്ടും ഗൈസ്. ഓക്കെ, നമുക്കിനി ഇവിടെ നിന്ന് ആ മാസ്ക് പീസ് കണ്ടുപിടിക്കണം. നമുക്കിതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാം. നമ്മളോട് പറഞ്ഞേക്കുന്നത് 20 സെക്കൻഡ് കഴിയുമ്പോൾ ശരിയാവുന്നതാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, അമ്മച്ചി ഇതുവരെയായിട്ടും താഴത്തേക്ക് വരാത്തതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ആക്കിയത്. അമ്മച്ചി വന്നാൽ ഒന്നും നടക്കില്ല. നമ്മൾ അമ്മച്ചിക്ക് ഒരു പണി കൊടുത്തിട്ടാണ് നമ്മൾ താഴത്തേക്ക് വന്നത്. അതുകൊണ്ടാണ് അമ്മച്ചി താഴത്തേക്ക് വരാത്തത്. മീനിനെ അവിടെ ശബ്ദം ഉണ്ടാക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ പാവക്കുട്ടിയിൽ ബോംബൊക്കെ വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ടാണ് ഇനി പരിപാടി ഗൈസ്. ഓക്കെ, നമുക്കിത് വെറുതെ ഇവിടെ നിന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പാവക്കുട്ടി വർക്കാവില്ല ഗൈസ്. നമുക്ക് എവിടെയെങ്കിലും ഹൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, കണ്ടോ, നമുക്ക് ഇങ്ങനെ ഓണാക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മളിവിടെ ഹൈഡ് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്കത് ഓണാക്കാൻ പറ്റുള്ളൂ. ഓ ഗൈസ്, നമ്മൾ പാവക്കുട്ടിയായി ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് കൺട്രോൾ ചെയ്യാൻ വമ്പം പാടാണല്ലോ. ഓ, പൊട്ടിക്ക് ഗൈസ്, നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അത് പൊട്ടിയിട്ടുണ്ട്, മഞ്ഞ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും താഴത്തേക്ക് പോയി നോക്കാം. അതിനകത്ത് മാസ്ക് പീസ് കിട്ടിയോ എന്നൊക്കെ നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഒരു തേങ്ങയും കിട്ടിയില്ല. ഇനി 2 പെട്ടിയും കൂടി ഉള്ളൂ. ആ 2 പെട്ടിയിൽ ഏതൊരു പെട്ടിയിലായിരിക്കും നമ്മുടെ മാസ്ക് പീസ് ഉണ്ടാവുക ഗൈസ്. ഇത് കൺട്രോൾ ചെയ്യാൻ നല്ല പാടാണ് ഗൈസ്. ഇത് റീചാർജ് ചെയ്യണേക്കാളും ഭേദം ഗൈസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് കൊണ്ടുവന്നിരുന്നതാണ്. ഈ പാവാനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടിട്ട് വീണ്ടും നമ്മളവിടെ പോയി ഒരു ബോംബ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആവും ഗൈസ്. നമുക്ക് വീണ്ടും ശരിയാക്കി കിട്ടും. റീചാർജ് ചെയ്യാനുള്ള ഭയങ്കര സീനാണ്, കാരണം ആർട്സൊക്കെ കയറി വരും. ഓക്കെ ഗൈസ്, അത് കൺട്രോൾ ചെയ്യാൻ നല്ല പാടുണ്ട്. ആ പാവക്കുട്ടി കൺട്രോൾ ചെയ്യാൻ നല്ല പാടാണ് ഗൈസ്. ഓക്കെ ഓക്കെ, നമ്മുടെ 15 രൂപ കൊടുത്തിട്ട് നമ്മൾ ഒരെണ്ണം കൂടി മേടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതവിടെ കൊണ്ടുവന്ന് ഇടാം ഗൈസ്. ഇനി 2 പെട്ടിയും കൂടിയാണ് നമുക്ക് പൊട്ടിക്കാനുള്ളൂ. അതെന്തായാലും പൊട്ടിക്കാം. ഓക്കെ, നമുക്ക് ഒന്നുകൂടി അവിടെ കയറിയിരിക്കണം. 20 സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് സെറ്റായി കിട്ടുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് ഒരു മാസ്ക് പീസ് എന്തായാലും അതിനകത്തുനിന്ന് കിട്ടും ഗൈസ്. അമ്മച്ചി വരാത്തത് നമ്മുടെ ഭാഗ്യം. കാരണം ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, അവിടെ മീനിട്ടേക്കുവാണ്. ആ സൗണ്ട് കേൾക്കുന്ന മീനിട്ടേക്കുവാണ്. ശരിക്കും അമ്മച്ചി വന്നാലാണ് ഒരു ത്രില്ലുള്ളൂ ഗൈസ്. പക്ഷേ നമുക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഗൈസ്. നമ്മൾ ബലൂൺ എസ്കേപ്പ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ആ മീനോട് ഇട്ട് ശബ്ദം ഉണ്ടാക്കില്ല ഗൈസ്. ഓക്കെ, അത് ഞാൻ ഉറപ്പ് തരാം. അമ്മച്ചീൻ്റെ ഒപ്പം നമുക്ക് ഇന്ന് കളിക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്നുകൂടി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഓരെണ്ണം എന്തായാലും നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. അതിനകത്ത് മാസ്ക് പീസ് ഇല്ല ഗൈസ്. ഓ, ഇത് കൺട്രോൾ ചെയ്യാൻ എന്ത് പാടറോ ഗൈസ്. ഇത് കൺട്രോൾ ചെയ്യാൻ നല്ല പാടാണ്. താഴത്തേക്ക് അവിടെ വരുത് പ്ലീസ് ഗൈസ്. ഇത് കൺട്രോൾ ചെയ്യാൻ നല്ല പാടുണ്ട്. ഓക്കെ, പൊട്ടിച്ചോ? അല്ല ഗൈസ്, അത് പൊട്ടിച്ചില്ല. ഓക്കെ, ഇത് പൊട്ടിച്ചു ഗൈസ്. അതിനുള്ളിൽ നിന്ന് എന്തോ ചാടി ഗൈസ്. അതിനുള്ളിൽ നിന്ന് എന്തോ ചാടി. മാസ്ക് പീസാന്ന് തോന്നുന്നു. പക്ഷെ എന്തോ ചാടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. നമുക്ക് പോയിട്ട് വരാം. ഓ ഗൈസ്, ചാടി. പാവക്കുട്ടി മാത്രമേ ചാടിയുള്ളൂ. എടാ, തലേരിഞ്ഞു പോയി ഗൈസ്. പാവക്കുട്ടി മാത്രമേ ചാടിയുള്ളൂ. ഇതിനകത്ത് മറ്റു സംഭവം ഇല്ല ഗൈസ്. മാസ്ക് പീസില്ല. അപ്പം അതിനർത്ഥം ആ കിടക്കുന്ന ഒരു പെട്ടിയില്ല ഗൈസ്. ആ പെട്ടിക്കകത്താണ് ആ മാസ്ക് പീസ് ഉള്ളത്. കാരണം നമ്മൾ 2 പെട്ടി നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞു. അതിനകത്ത് മാസ്ക് പീസ് ഇല്ല. അപ്പോൾ ആ ചുവന്ന പെട്ടിക്കകത്തായിരിക്കും മാസ്ക് പീസ് ഗൈസ്. നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് പടക്കം മേടിക്കണം. ഓക്കെ, പൈസ കൊടുക്കണം ഗൈസ്. 15 രൂപ കൊടുത്താലേ നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ. ഓക്കെ നമുക്ക് എന്തായാലും ഈ വഴി പോവാം. ഈ വഴി പോയി നമുക്ക് ഒന്നുകൂടി ഇത് സെറ്റാക്കണം. ഓക്കെ, അതവിടെ കിടക്കട്ടെ. പൊക്കിക്കോ, ഓണാക്ക് ഗൈസ്. നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. വീണ്ടും ഒരു 20 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മുടെ ടൈം ബോംബ് സെറ്റായി കിട്ടും. ഓക്കെ, 20 സെക്കൻഡ് ഗൈസ്. ഓക്കെ, 20 സെക്കൻഡ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ടുള്ളൊരു ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരു ചലഞ്ച് മാത്രമാണ് ഇത് കിട്ടാനുള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേസ് ചലഞ്ചോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്.
അതിന് നമുക്ക് ഷൂ ഒക്കെ വേണം ഗൈസ്. ഒരു സ്പ്രിങ്ങും ഷൂവും കാര്യങ്ങളെല്ലാം വേണം നമുക്ക്. അത് അത്യാവശ്യം പാടായിട്ടുള്ളൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഞാനത് കുറേ കളിച്ചു ഗൈസ്. എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടായില്ല. കാരണം നമ്മൾ ഓടി ചെല്ലുമ്പോഴത്തേനും ഒരു സംഭവം ഉണ്ട് ഗൈസ്. ഞാനത് വരുമ്പോൾ കാണിച്ചു തരാം. ഷട്ടർ അടഞ്ഞു പോവാണ്. അതുകൊണ്ട് ഞാൻ കുറേ നോക്കി, എനിക്ക് പറ്റില്ല. നമുക്ക് എന്തായാലും സെറ്റാക്കണം. ഓക്കെ, ഇനി ഒരു സാധനം മാത്രമേ നമുക്ക് പൊട്ടിക്കാനുള്ളൂ ഗൈസ്. ഇത് കൺട്രോൾ ചെയ്യാനാണ് നല്ല പാടാണ്, ഇത് കൺട്രോൾ ചെയ്യാൻ. ഊഫ്, താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ തീർന്ന്. അടുത്ത് കൺട്രോൾ ചെയ്യാൻ നല്ല പാടാ. ഓക്കെ, പൊട്ടിച്ചോ പൊട്ടിച്ചു. ഗൈസ് നമുക്ക് മാസ്ക് പീസ് കിട്ടിയതാണെന്ന് എനിക്ക് തോന്നണേ. എന്തൊക്കെയോ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഗൈസ്. മാസ്ക് പീസ് കിട്ടി ഗൈസ്. ഈ കിടക്കണ്. ഗൈസ് നമുക്ക് മാസ്ക് പീസ് അങ്ങനെ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, 5 മാസ്ക് പീസ് നമുക്ക് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഒരു മാസ്ക് പീസാണ് നമുക്ക് വേണ്ടുള്ളൂ ഗൈസ്. ഓക്കെ, ആ മാസ്ക് പീസും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മാസ്കിൻ്റെ പരിപാടി ഇവിടെ തീരും. ഓക്കെ, ഇതെന്തായാലും അടയ്ക്ക്. ഓക്കെ, അതെന്തായാലും അടച്ചിട്ടുണ്ട്. നമുക്ക് ലോക്ക് ഇടണം ഗൈസ്. കാരണം എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിൽ അമ്മച്ചും കൂടി വന്നു കഴിഞ്ഞാൽ തീർന്ന്. അമ്മച്ചി വന്നു കഴിഞ്ഞാൽ പെടും. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളെല്ലാ മാസ്ക് പീസും അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു മാസ്ക് പീസും കൂടി നമുക്ക് മതി ഗൈസ്. ഓക്കെ, നമ്മുടെ ഗ്രേയിൽ വീണ്ടും ഒന്ന് കാണാണ്ടായിട്ടുണ്ട് ഗൈസ്. നമുക്കത് പോയി കണ്ടുപിടിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും എളുപ്പമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ മേസ് ചലഞ്ചാണ് നമുക്കിനി കിട്ടാനുള്ളൂ. അത് അത്യാവശ്യം നല്ല പാടാണ് ഗൈസ്. ഞാൻ കുറേ കളിച്ചു, എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ള. പക്ഷെ ഞാനത് എങ്ങനെയും കംപ്ലീറ്റ് ആക്കും ഗൈസ്. ഓക്കെ, നമുക്ക് ഈ വാതിൽ തുറന്ന് എന്തായാലും പുറത്തേക്ക് പോകാം ഗൈസ്. നമ്മുടെ ഗ്രൈലർ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ആ ചലഞ്ച് കിട്ടത്തുള്ളൂ ഗൈസ്. ഓക്കെ, എനിക്ക് തോന്നണു അടുക്കളയിലാവാനാണ് ചാൻസ് കൂടുതലും. കാരണം അടുക്കളയിലാണ് ഇപ്പോഴത് കാണാറ്. നമുക്ക് ഇവിടെയൊക്കെ പോയി നോക്കാം ഗൈസ്. ഓക്കെ, ഗൈസ്, ഈ ഇരിക്കണത് ഗ്രൈൽ കിട്ടിയ ഗൈസ്. ഈ ഗ്രൈൽ ഇവിടെ ഉണ്ടായിരുന്നു. അടുക്കളയിലേക്ക് പോകേണ്ട ആവശ്യം വന്നില്ല. അടുക്കളയുടെ അപ്പുറത്താണ് ഈ അമ്മച്ചി ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഈ ഗ്രേയിൽ അവിടെ കൊണ്ടുവന്ന് വെക്കണം ഗൈസ്. ഓക്കെ, എന്തായാലും ബലൂൺ എസ്കേപ്പിന് ഞാൻ അമ്മച്ചിനെ ഞാൻ അങ്ങനെ ലോക്കാക്കി വെക്കില്ല ഗൈസ്. അമ്മച്ചി വരാത്തതുകൊണ്ട് എനിക്ക് എന്തൊരു വിഷമം പോലെ ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത മെഷീൻ ഇനി ഒന്നും നോക്കാനില്ല. മേസ് ചലഞ്ചാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. കാരണം ഞാനത് കുറേ കളിച്ചതാണ് ഈ മേസ് ചലഞ്ച്. പക്ഷെ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. നമുക്കെന്തായാലും നോക്കാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്, ദ മേസ് ചലഞ്ച് ഗൈസ്. ഓക്കെ, നമുക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഈ സാധനങ്ങളെല്ലാം കണ്ടുപിടിക്കണം. നമുക്കൊരു ക്യാൻ കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഷൂ ഉണ്ട് ഗൈസ്. ഓക്കെ, ഒരു സ്പ്രിങ്ങും ഉണ്ട്. ഇത് മൂന്നുണ്ടെങ്കിലാണ് നമ്മുടെ മേസ് ചലഞ്ച് നടത്താൻ നമുക്ക് പറ്റുള്ളൂ ഗൈസ്. ഓക്കെ, അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം. അതിനു മുമ്പ് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഒട്ടിച്ച് വെക്കട്ടെ ഗൈസ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി പോയി ഷൂ കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ, ഷൂ എവിടെ പോയി കണ്ടുപിടിക്കും നമ്മൾ ഗൈസ്? ഇവിടേക്കാണ് മെയിനായിട്ട് ഷൂ ഉണ്ടാവാറ്. ഈ പെട്ടിക്കുള്ളിലാണ് ഷൂ ഉണ്ടാവാറ്. അത് നോക്കട്ടെ ഗൈസ്. ഇവിടെ ഒന്നും ഷൂ ഇല്ല. ഇവിടെയുണ്ട് ഗൈസ്. ഗൈസ്, ഞാൻ പറഞ്ഞില്ല എവിടെയുണ്ട് ഷൂ. നമുക്കങ്ങനെ ഷൂ കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് സ്പ്രിങ് ആണ് ഗൈസ്. ഓക്കെ, സ്പ്രിങ് വേണം. പിന്നെ എന്തിട്ടായിരുന്നു ഗൈസ്? ഷൂവും സ്പ്രിങ്ങും പിന്നെ ഒരു സാധനം കൂടി ഉണ്ടല്ലോ, ക്യാന്. അതും കൂടി നമുക്ക് വേണം. ഓക്കെ, ഷൂ അവിടെ കിടക്കട്ടെ ഗൈസ്. ഇതാണ് നമ്മുടെ സ്പ്രിങ് എടുക്കാൻ പറ്റുന്ന സ്ഥലം ഗൈസ്. അവിടെ തീർന്ന് നമ്മൾ ഇങ്ങനെ ചാടവും തുള്ളുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രിങ് പൊട്ടിപ്പോവും. അങ്ങനെ നമുക്ക് സ്പ്രിങ് കിട്ടും ഗൈസ്. ഓക്കെ, ക്യാൻ ഇവിടെ എല്ലായിടത്തും ഉണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. ഇവിടെ മെയിനായിട്ട് ക്യാൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു. ഗൈസ്, ക്യാൻ ഇവിടെ ഇല്ല ഗൈസ്. ക്യാൻ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും മേളിൽ പോയി നോക്കേണ്ടി വരും. അടുക്കളയിൽ ക്യാൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എനിക്കറിയില്ല. നമുക്ക് എന്തായാലും മേളിൽ പോയി നോക്കാം ഗൈസ്. ഓക്കെ, അമ്മച്ചി വരാത്തതുകൊണ്ട് ഒരു ഇതുണ്ട് ഗൈസ്. ഒരു അമ്മച്ചി വരാത്തതുകൊണ്ട് ചെറിയൊരു സമാധാനം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അമ്മച്ചി ചുമ്മാ നമ്മളെ വട്ടായിക്കൊണ്ട് എടുക്കും ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒന്നും ക്യാന് കാണാനില്ല ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും മേളിലേക്ക് പോയി നോക്കാമെന്നാണ് എനിക്ക് തോന്നണത്. മേളിൽ പോയി നോക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അമ്മച്ചി ഇവിടെ ഇല്ലല്ലോ അല്ലേ? അമ്മച്ചി ഇവിടെ അപ്പുറയാണ്. ഓക്കെ, ഗൈസ്, ഈ ഇരിക്കുന്ന ക്യാൻ ഗൈസ്. ക്യാൻ കിട്ടി. യെസ് ഗൈസ്, ക്യാൻ കിട്ടിയിരിക്കുകയാണ് നമുക്ക്. ക്യാൻ അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്യാനിനെ അവിടെ കൊണ്ടുപോയിക്കണം. ഇനി നമുക്ക് സ്പ്രിങ് മാത്രം മതി ഗൈസ്. ഓക്കെ, സ്പ്രിങ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഗൈസ്. ഓക്കെ, ഇതിനകത്ത് കിടന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തുള്ളിയാൽ ഗൈസ്. ഓക്കെ, നമുക്ക് സ്പ്രിങ് കിട്ടുന്നതായിരിക്കും.
ഓക്കെ. ഓ ഗൈസ് നമ്മൾ എന്ത് ഉയരത്തിലാണ് ചാടണേ. ഓക്കെ സ്പ്രിങ് പൊട്ടിയെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ സ്പ്രിങ് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ സ്പ്രിങ് എന്തായാലും പൊട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇതേ കിടക്കുന്നു. ഓക്കെ സ്പ്രിങ് എടുക്ക്. സ്പ്രിങ്ങും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്ന്. ഓക്കെ അവിടെ കിടക്ക്. ഓക്കെ